ഒരേ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന ഒരു സഹജീവിയാണ് ഞാനെന്നുള്ള പരിഗണന വേണ്ട. ഞാനൊരു മനുഷ്യജീവിയല്ലേ. എനിക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു തീരും മുമ്പ് മുഖത്തടിച്ചതുപോലെ വാതിൽ കൊട്ടിയടച്ചത് ധിക്കാരമാണ്. ഇവിടെ റവന്യൂ ബോർഡുണ്ട്, ഈ ഡിസ്ട്രിക്റ്റിൽ ഒരു കലക്ടറുണ്ട്, സംസ്ഥാനത്ത് വകുപ്പ് മന്ത്രിയുണ്ട്, ഭരണകൂടമുണ്ട്. കേവലം ഒരു തഹസിൽദാരായ നിങ്ങൾ എന്നെ പേടിപ്പിക്കാൻ നോക്കുകയാണ്. ഞാൻ ടാക്സ് പിടിച്ച് പെട്ടി സാധനങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. അരമണിക്കൂർ സമയം തരുന്നു. അതിനു മുമ്പ് വീട് ഒഴിഞ്ഞില്ലെങ്കിൽ ജനലടക്കം ഞാൻ സമ്മതിക്കില്ല. മര്യാദക്ക് വീട് ഒഴിയുന്നത് നല്ലത്. പെണ്ണുമ്പിള്ളേ, എന്റെ ദേഷ്യം കൂടും തോറും നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്ന ഭവിഷ്യത്തിന്റെ ആക്കം കൂടുകയുള്ളൂ എന്ന് മനസ്സിലാക്കുന്നത് നന്നായി. ആ തങ്കപ്പമ്പിള്ള വന്നോ? അപ്പൊ വന്നില്ല? വന്ന ഉടനെ എന്നെ കാണാൻ പറയൂ. വെട്ടിങ് സാധനങ്ങൾ ഇറക്കട്ടെ സാർ. തഹസിൽദാർ അകത്തുണ്ടോ? എന്താ കാര്യം? കാര്യം, ഞാൻ കണ്ണപുരത്ത് ഡെപ്യൂട്ടി തഹസിൽദാരായിരുന്നു. ഇപ്പൊ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി തഹസിൽദാരായിട്ട്. ആ സാർ ഇരിക്കും. ഇരിക്കണമെന്നില്ല, ഞാൻ മേഡത്തിനെ ഒന്ന് കാണട്ടെ. ആളെത്തിയല്ലോ അല്ലേ? സർ, അതാണ് മുറി. ഞാൻ മാപ്പ് പറയാൻ വന്നതാണ്. ഞാനങ്ങനെ ക്ഷോഭിച്ച് സംസാരിക്കാൻ പാടില്ലായിരുന്നു, പ്രത്യേകിച്ചും ഒരു സ്ത്രീയോട്. ഞാൻ കാരണം ഒരു ഗ്ലാസും പൊട്ടി. ഗ്ലാസ് ഞാൻ വാങ്ങിച്ചു തന്നേക്കാം. എവിടാ നാട്? നാട് ഇന്ത്യ. അയ്യോ മേഡം ഭയങ്കര തമാശക്കാരിയാണല്ലോ. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. പുറത്തു പോണം, ഞാൻ ഡ്യൂട്ടിയിലാണ്. ഇന്ററപ്റ്റ് ചെയ്യാൻ ഒരാളെ ഞാൻ സമ്മതിക്കാറില്ല. മേഡം എന്നോട് ഇത്തിരി ദയവ് കാട്ടണം. എന്റെ 2 പെങ്ങന്മാർക്ക് ഇവിടുത്തെ കോളേജിൽ അഡ്മിഷൻ പറഞ്ഞു വെച്ചിരിക്കുക. വീട്ടു സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് അമ്മ നാട്ടിൽ കാത്തിരിക്കുക. തഹസിൽദാരായി പ്രൊമോഷനായിട്ട് എന്റെ ആദ്യത്തെ പോസ്റ്റിംഗ് ആണിത്. മേഡം നല്ല മനസ്സ് വിചാരിച്ച് എനിക്ക് ചാർജ് ഒഴിഞ്ഞു തന്നില്ലെങ്കിൽ എന്റെ കാര്യം. ഇയാൾക്ക് കോമൺ സെൻസ് ഇല്ലേ? കാര്യം പറഞ്ഞ മനസ്സിലാവില്ലേ? പുറത്തു പോവാൻ. മേഡം ഞാൻ ഇയാൾ എന്നെ ജോലി ചെയ്യാൻ സമ്മതിക്കുന്നില്ല. മേഡം ഞാൻ ഗെറ്റ് ലോസ്റ്റ് ഐ സേ. വെട്ടിങ് സാധനങ്ങളൊക്കെ ഇറക്കട്ടെ സാർ. ഇയാൾ പെട്ടിയ സാധനങ്ങളൊക്കെ തീയിലിട്ട് ചുടറോ? സാർ ഇവിടെ പോസ്റ്റിംഗ് കിട്ടി വന്നതല്ലേ, ചുമ്മാ ആ സ്ത്രീയുടെ മുമ്പിൽ താണു കൊടുക്കേണ്ട കാര്യം എന്താ? സാറ് ചെന്ന് കളക്ടറെ കണ്ട് വിവരം പറ. അത് ഞാൻ ആലോചിക്കുകയല്ല. പക്ഷെ ഒരു തർക്കം വരുമ്പോൾ ഒരു കോംപ്രമൈസും വേണ്ടി വരും. അങ്ങനെ എന്നെ വല്ലയിടത്തേക്കും തൽക്കാലത്തേക്ക് മാറ്റിയാൽ എന്റെ പരിപാടി മൊത്തം പൊളിയും. എങ്കിൽ കോടതി പോണം. അത് കൂടുതൽ പ്രശ്നമാണ്. ഒരു വിധി കിട്ടാൻ കാലതാമസം വന്നാൽ എന്റെ സിസ്റ്റേഴ്സിന് ഇവിടുത്തെ കോളേജിൽ അഡ്മിഷന് പറഞ്ഞിരിക്കുക. ഈ വന്യജീവിയെ ആക്രമിക്കാതെ കീഴടക്കാൻ പാടാ സാറേ. കീഴ് ജീവനക്കാരൊക്കെ അവരുടെ വീട്ടുജോലിക്കാരാന്ന വിചാരം. കീഴ് ജീവനക്കാരുടെ കാര്യം പോട്ടെ, കളക്ടർ പറഞ്ഞാലും മന്ത്രിമാരിടപെട്ടാലും ഇവർക്ക് തോന്നുന്ന മട്ടിലെ കാര്യങ്ങൾ ചെയ്യും. കഴിഞ്ഞ ആഴ്ച റവന്യൂ റിക്കവറി കേസ് ഉണ്ടായിരുന്നു. തിരി സാവകാശം കൊടുക്കണമെന്നും പറഞ്ഞ് പല ഭാഗത്തുനിന്നും വിളി വന്നതാ. അനുസരിച്ചില്ല. ഫൈറ്റ് ചെയ്യാൻ സാർ റെഡിയാണെങ്കിൽ ഞങ്ങളൊക്കെ സാറിന്റെ പുറകിലുണ്ട്. ഈ സത്വം ഏത് നാട്ടുകാരിയാ? ഒരു സൗഹൃദ സംഭാഷണത്തിന് സൗകര്യം കിട്ടിയാലല്ലേ അതൊക്കെ അറിയാൻ നോക്കൂ. എന്തായാലും എനിക്കിവിടെ തന്നെ പോസ്റ്റിംഗ് കിട്ടിയേ പറ്റൂ. കാര്യങ്ങൾ ശരിയാവുന്നത് വരെ ഒന്ന് കയറി താമസിക്കാൻ ഒരു സ്ഥലം കിട്ടിയാൽ നന്നായിരുന്നു. സ്ഥലമൊക്കെ കണ്ടുപിടിക്കാം. പക്ഷെ ആ സ്ത്രീയെ ഇവിടെ നിന്ന് കെട്ടുകെട്ടിക്കുന്ന കാര്യത്തിൽ സാർ ഒരു വിട്ടുവീഴ്ചയും കാണിക്കരുത്. ഒരു കാര്യം തന്നെ പലതവണ പറയണോ? എങ്കിൽ പറയാം. ഞാൻ ഓഫീസിൽ നിന്ന് വരുമ്പോ സാധനങ്ങൾ വാങ്ങിച്ച് ഗേറ്റിൽ കാത്തു നിൽക്കണം. മനസ്സിലായോ?
ഞാൻ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ സാറേ. പലചരക്ക് കടയിൽ നല്ല തിരക്ക്. കാലത്ത് 8:30. പെട്ടികൾ ഇറക്കേണ്ട ആവശ്യമില്ലല്ലോ സാർ. ഇറക്കടോ പെട്ടികള്. അപ്പൊ ഇറങ്ങുന്നില്ലേ? അത് വേണ്ട സാർ. ഈ വീട് സംഘടിപ്പിച്ചതിന് പുറകിൽ ഞങ്ങളാണെന്നുള്ളത് അടുത്ത വീട്ടിലെ വന്യജീവി അറിയണ്ട. എങ്കിൽ ഞങ്ങൾ പോയിക്കോട്ടെ, കാണാം. പറ്റുമെങ്കിൽ രാത്രിയിൽ വരാം. ഓ കാണാം. ഞാൻ ഈ കാറിൽ വീട്ടിലിറങ്ങാം. ഫോൺ നമ്പർ തന്നല്ലോ. ആ. എന്ത് ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാ മതി. എനിക്ക് ഒരേ ഒരു ആവശ്യമേ ഉള്ളൂ, എത്രയും പെട്ടെന്ന് ചാർജ് എടുക്കുക. എന്റെ ഭാഗ്യത്തിന് ഇങ്ങനെ ഒരു വീട് ഒത്തുകിട്ടി. മാഡത്തിന് എപ്പോഴെങ്കിലും ആ വീട് ഒഴിയാൻ തോന്നിയാൽ ഇവിടെ ആവുമ്പോ എനിക്ക് എന്റെ പെട്ടി സാധനങ്ങളും എടുത്ത് എളുപ്പത്തിൽ അങ്ങോട്ട് കയറാമല്ലോ. ആ അത് നേരാ. പക്ഷെ ഞാൻ മരിച്ചു കഴിയുമ്പോഴായിരിക്കും ഇയാൾ ഇയാളുടെ പെട്ടി സാധനങ്ങളുമായിട്ട് ഇങ്ങോട്ട് കയറുന്നത്. ഞാൻ കള്ളനല്ല, ഞാൻ പ്രസിദ്ധ നോവലിസ്റ്റാണ്. ഞാൻ പ്രസിദ്ധ നോവലിസ്റ്റാണെന്ന്. സാഗർ, ഞാനൊരു പ്രസിദ്ധ നോവലിസ്റ്റാണ്. ഞാൻ പ്രസിദ്ധ നോവലിസ്റ്റ്. ഞാൻ കള്ളനല്ല, നിരപരാധിയാണ്. ഞാനൊരു പ്രസിദ്ധ സാഗർ, പോലീസേ, ഞാൻ കള്ളനല്ല, ഞാൻ കള്ളനല്ല പോലീസേ. ഇപ്പൊ ഇവിടെ ഒരാൾ അറസ്റ്റ് ചെയ്തോണ്ടോ? അയ്യോ, മോഷ്ടിക്കാനൊന്നും അല്ല മാഡം, ഒരബദ്ധം പറ്റിപ്പോയതാ. അദ്ദേഹം പ്രസിദ്ധനായ നോവലിസ്റ്റ് അല്ലേ? യെസ് യെസ്, അത് വേണ്ട വിധത്തിൽ ഞാൻ കൈകാര്യം ചെയ്തോളാം. ആ ശരി ശരി, ഞാൻ ഏറ്റു. സാഗർ, താനേതിപ്പം പാതാളത്തിൽ പോയി കിടക്കായിരുന്നോ? താനല്ലേ ഇവിടുത്തെ തഹസിൽദാർ? എന്തുണ്ടാവാൻ? പോലീസുകാരെടുത്ത് നന്നായി പെരുമാറി. ഭാഗ്യത്തിന് ഇവിടുത്തെ SI ഒരു ബോർണ, എന്റെ നോവലുകളുടെ ആരാധകൻ. താനിതുവരെയും തഹസിൽദാരായില്ലേ? അതൊക്കെ പറഞ്ഞാൽ ഒത്തിരി ഉണ്ട്. ആ വീട്ടിൽ എന്താ സംഭവിച്ചത്? ഒരു കിഴങ്ങെ തന്റെ വീടാണെന്ന് കരുതി പുറവേശിച്ച വാതിലിന്റെ ഓടാമ്പൽ ഇളക്കി ഞാൻ അകത്ത് കയറി മൂക്കറ്റം വെള്ളം ഒടിച്ചോണ്ട് ഈ മാക്സി കൊടുത്തുണ്ട് അവളുടെ കട്ടിൽ കിടന്ന് ഉറങ്ങിപ്പോയി. സോറി, അയ്യോ പറ്റിപ്പോയി. സാഗർ സാറേ, അപ്പോഴേ സാഗർ സാറേ, താൽഷീദാർ വിടുന്ന ലക്ഷണമില്ല. കേസാക്കണമെന്നാ പറയുന്നത്. ഞാൻ പുതിയ തഹസിൽദാരുടെ ഫ്രണ്ടാണെന്ന് പറഞ്ഞില്ലേ? അതാ കൂടുതൽ കുഴപ്പമായത്. ആ റാസ്കളുടെ ഫ്രണ്ട് ആണെങ്കിൽ മനഃപൂർവ്വം വീട്ടിൽ അതിക്രമിച്ച് കിടന്നായിരിക്കും അത്രേ. റാസ്കൽ എന്ന് പറഞ്ഞോ? പറയും. ഒരു തഹസിൽദാരും വേറൊരു തഹസിൽദാരും റാസ്കൽ എന്ന് വിളിക്കുക? എന്റെ സാഗറെ, ആ പെണ്ണും പിള്ളേ എനിക്ക് ചാർജ് തരാതെ ഉടക്കി നിൽക്കുക. അപ്പോ സാറാണോ ഈ പറഞ്ഞ? അതെ, ആ റാസ്കൽ ഞാൻ തന്നെയാ. സോറി സർ, ഇരിക്കണം. ഞാൻ ചാർജ് ഇല്ലാത്ത തഹസിൽദാരല്ലേ, ഇരിക്കുന്നില്ല. അപ്പൊ സാഗറിന്റെ കാര്യം എങ്ങനെയാ? അതാ ഞാനും ആലോചിക്കുന്നത്. സാഗർ സാറിന്റെ മിക്ക നോവലുകളും ആർത്തിയോടെ വായിച്ചിട്ടുള്ളവനാ ഞാൻ. അകലും തോറും അടുക്കുന്നവൾ എന്ന നോവലുണ്ടല്ലോ, അതിലെ ഓരോ സംഭവം ഇപ്പോഴും മനസ്സിൽ മായാ കിടക്കുക. സാറിന്റെ പുതിയ നോവലുകൾ ഏതൊക്കെയാ? പുതിയത് കുറെ അല്ല, അത് കേസിന്റെ കാര്യം എങ്ങനെയാ? ഞാൻ വല്ലാത്ത ധർമ്മസങ്കടത്തിലാ. വീടിന് മുമ്പിൽ ആരെങ്കിലും സൈക്കിൾ ബെല്ലടിച്ചാൽ കേസാക്കുന്ന വട്ടുപിടിച്ച സ്ത്രീ അവർ. എന്തായാലും FIR ഞാൻ എഴുതുന്നില്ല. ആ സ്ത്രീയോട് ഞാൻ ഒന്നുകൂടി സംസാരിച്ചോട്ടെ. എടോ ഫ്രാൻസിസേ, സാർ, എങ്ങോട്ടാ പോകുന്നത്? ഈ വാടക വീടുണ്ട്. വാടക വീടുണ്ട്. ഇവരെ ജീപ്പിൽ വീട്ടിൽ കൊണ്ടാക്കുക. സാർ, നന്ദി ഇൻസ്പെക്ടർ, 1000 നന്ദി. എനിക്കിപ്പോ ഓർമ്മ വരുന്നത് ഉല്ലാസത്തേന്മഴയിലെ റോബർട്ട് പ്രിൻസിയോട് പറയുന്ന ഡയലോഗാ. നന്ദി പ്രിൻസി, 1000 നന്ദി. താങ്കളെ കണ്ടതൊരു മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു. വീണ്ടും കാണാം, വീണ്ടും വീണ്ടും.